എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഈ നവംബർ മാസം അഥവാ ലങ് ക്യാൻസർ അവെയർനെസ് മന്ത്, ശ്വാസകോശ അർബുദത്തിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് കൊടുക്കേണ്ട മാസമായിട്ടാണ് ലോകമെമ്പാടും ആചരിക്കുന്നത്. ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 3 കൊല്ലത്തെ WHO ക്യാൻസർ ഇൻസിഡൻസിൻ്റെ കണക്ക് വെച്ചിട്ട് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരു നമ്പർ 1 ക്യാൻസറായിട്ട് ശ്വാസകോശ അർബുദം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഒരു ഭൂരിഭാഗം ശ്വാസകോശ അർബുദം ഇപ്പോഴും പുകയിലയും അതിൻ്റെ ഉൽപ്പാദനങ്ങളുടെ യൂസ് കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളുകളിലും ലങ് ക്യാൻസർ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ എയർ ക്വാളിറ്റി ആയിരിക്കാം, നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇതല്ലാതെ ജനിതക കോശങ്ങളുടെ തകരാറുണ്ടാവുന്നതുകൊണ്ടായിരിക്കാം. നമ്മുടെ തെറ്റില്ലാതെ തന്നെ ജനിതക കോശങ്ങൾക്ക് തകരാറുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ലങ് ക്യാൻസർ വളരെയധികം കൂടിക്കൊണ്ട് വരികയാണ്. ഒരു അലാമിംഗ് റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം. സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പുക വലിക്കുന്ന ഒരാൾക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 കൊല്ലത്തിൽ കൂടുതൽ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ അമേരിക്ക മാരുന്ന രാജ്യങ്ങളിൽ ലോ ഡോസ് CT സ്കാൻ എന്ന് പറഞ്ഞ സ്ക്രീനിങ് ഇപ്പോൾ ലഭ്യമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അതൊരു ഗവൺമെൻറ് സൈഡിലില്ലെങ്കിലും നിങ്ങളുടെ ആശുപത്രികളിൽ പോയി ഈ ലോ ഡോസ് CT സ്കാൻ സ്ക്രീൻ ചെയ്യണമെന്നാണ്. എന്തുകൊണ്ടാണ് സ്ക്രീനിങ്ങിന് ഇത്ര ഊന്നൽ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ലങ് ക്യാൻസർ ഇന്നും ഏകദേശം 4ാം സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ശ്വാസകോശ അർബുദത്തിൻ്റെ ചികിത്സ അടിമുടി മാറിക്കഴിഞ്ഞു. ഒരു 10 കൊല്ലം മുമ്പ് ലങ് ക്യാൻസർ ഒരു വളരെ മോശമായി വലിയ ചികിത്സ ഇല്ലാത്തൊരു അസുഖമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് ലങ് ക്യാൻസറാണ്. തുടക്കത്തിലുള്ള സ്റ്റേജിൽ സർജറി, കീമോ, ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ മരുന്ന്, പിന്നെ കുറച്ച് ടാബ്ലറ്റുകൾ, ഒരു 1ാം സ്റ്റേജ് 2ാം സ്റ്റേജിൻ്റെ ക്യൂർ റേറ്റ് ഒരു 60-70% അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 3ാം സ്റ്റേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാറാതെ 4ാം സ്റ്റേജിലായിക്കോട്ടെ കണ്ടുപിടിക്കുന്നത് ഈ ജനിതക കോശങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ച മാതിരി NGS അഥവാ പ്രിസിഷൻ ഓൺകോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫീൽഡിൽ നമ്മൾ ബയോപ്സി ചെയ്തിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഓരോ പഠനങ്ങൾക്ക് അയച്ച് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ടാബ്ലറ്റ് രൂപത്തിൽ മാത്രം, പ്രത്യേകിച്ച് പുകവലിക്കാതെ വരുന്ന ലങ് ക്യാൻസേഴ്സ്, സ്ത്രീകളിൽ വരുന്ന ലങ് ക്യാൻസേഴ്സ് ടാബ്ലറ്റ് രൂപത്തിലുള്ള മാത്രം ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു കുറേ കൊല്ലങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഡെയിലി പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നൊരു മേഖലയാണ് ശ്വാസകോശ ക്യാൻസർ അഥവാ ലങ് ക്യാൻസർ. പ്രിവെൻഷനാണ് അതിനുള്ള ഏറ്റവും നല്ല സംഭവം. പുകവലിയോ ഒന്നും എടുക്കാതിരിക്കുക, ആ ശീലം വരാതിരിക്കുക, ഉണ്ടെങ്കിൽ ആ ശീലം എന്ന് തന്നെ ഉപേക്ഷിക്കുക. അതിൻ്റെ പുറമെ എന്തെങ്കിലും സംശയങ്ങളോ സിംറ്റംസോ തോന്നിക്കഴിഞ്ഞാൽ നേരത്തെ ഒരു ഡോക്ടറെ ബന്ധപ്പെടുക മാത്രമേ അതിന് മാർഗ്ഗമുള്ളൂ. ഇനി അസുഖം കണ്ടുപിടിച്ചാൽ ചികിത്സയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല. ചികിത്സ ഇപ്പോൾ നല്ല ലങ് ക്യാൻസറിന് ലഭ്യമാണ്. നോൺ സ്മോൾ സെൽ, സ്മോൾ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് 2ആയിട്ടൊക്കെ ലങ് ക്യാൻസർ തിരിക്കുകയാണ് ചെയ്യുക. അതൊക്കെ ഒരു ബയോപ്സിയുടെ മുകളിലാണ് അറിയുന്നതെങ്കിലും ഒരു ഭൂരിഭാഗം പേർക്കും ലങ് ക്യാൻസറിന് നല്ലൊരു ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ലങ് ക്യാൻസർ അവെയർനെസ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബാക്കി ഫാമിലി മെമ്പേഴ്സിനും എല്ലാവരോടും ഷെയർ ചെയ്യണം. കാരണം ലങ് ക്യാൻസർ ഇപ്പോഴും ഇന്ത്യയിൽ 50% ഓഫ് ലങ് ക്യാൻസേഴ്സ് പ്രിവെൻറ്റബിൾ ആണ് എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. താങ്ക് യു.